ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിടും. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. സൗഖ്യത്തിൻ്റെ ഒരു ദിവസമായി, രോഗികൾക്ക് സൗഖ്യം കിട്ടുന്ന ദിവസം. ഇന്ന് അച്ഛൻ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും രോഗികൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഈശോയിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകി അവരെ സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. സൗഖ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, ഒന്ന് നീ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കണം. ഹൃദയത്തിൽ നിന്നാണ് അതരം സംസാരിക്കുക. ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയൊക്കെ പുറപ്പെടുക. ഉള്ളു ശുദ്ധമായിരുന്നാൽ പിന്നെ പുറപ്പെടുന്നത് മുഴുവൻ ഈ ഈശോയ്ക്ക് വേണ്ട കാര്യമായിരിക്കും. ഈ ഈശോയെക്കുറിച്ചുള്ള കാര്യമാണ്. അവിടെ വിടുതലും സൗഖ്യം കടന്നു വരിക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 15-ാം തിരുവചനം: പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. പുറമേ നിന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ പറ്റില്ല എന്ന് പറയും, പക്ഷെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. ഇന്ന ദിവസം അച്ഛൻ പ്രാർത്ഥിക്കുക, നിൻ്റെ ഉള്ളു ശുദ്ധമായി തീരട്ടെ. നിൻ്റെ ഉള്ളു ശുദ്ധമായി തീരട്ടെ. ഈശോയ്ക്ക് ചേർന്ന രീതിയിൽ നിൻ്റെ ജീവിതം ഇന്ന് ക്രമീകരിക്കപ്പെടട്ടെ. അങ്ങനെ അവൻ്റെ സൗഖ്യം ശരീരത്തിൽ മനസ്സിൽ അനുഭവപ്പെടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് അതിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. നിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സൗഖ്യത്തിൻ്റെ ഈ ദിവസത്തിൽ ഈ വ്യക്തി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം സൗഖ്യം ഉണ്ടാകട്ടെ. എല്ലാ രോഗികളും നിന്നെ അനുഭവിക്കാൻ ഇന്ന ദിവസം ഇടവരട്ടെ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും കൃപകളും കർത്താവെ ഈ വ്യക്തിക്ക് കുടുംബത്തിന് നീ നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം